നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ഇന്ത്യ പാക് മത്സരത്തിലെ ഹസ്തദാന വിവാദത്തിന് പിന്നാലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കടുത്ത അനിശ്ചിതത്വം. UAE-യുമായുള്ള മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. മാച്ച് റഫറിയെ മാറ്റണമെന്ന ആവശ്യം ICC തള്ളിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രതിഷേധം. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അനിൽ, പാകിസ്ഥാന്റെ പ്രതിഷേധമായിട്ട് മാത്രമാണോ ഇതിനെ കാണേണ്ടത്? ഇനിയിപ്പോൾ ഏഷ്യ കപ്പിലെ തുടർ മത്സരങ്ങളിൽ പാകിസ്ഥാൻ പങ്കെടുക്കുമോ, മത്സരിക്കുമോ എന്നുള്ളതിലടക്കം ഒരു അനിശ്ചിതത്വം നിലവിലുണ്ടോ? എന്താണ് നിലവിലെ പാകിസ്ഥാന്റെ നിലപാട്? ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ അപൂർവ സംഭവങ്ങളിലൊന്നായി വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. മത്സരം നടക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി പാകിസ്ഥാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ നേരത്തെ തന്നെ ഇത്തരം ഭീഷണി മുഴക്കിയതാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ പാക് മത്സരത്തിനിടെ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈകൊടുക്കാതെ പോയി. പക്ഷേ അതിൽ തെറ്റില്ല. പക്ഷേ ഇതിന് മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് കൂട്ടുനിന്നു. ഇല്ലെങ്കിൽ പാക് ക്യാപ്റ്റനോട് ടോസിന്റെ സമയത്ത് ആവശ്യപ്പെട്ടു ഇന്ത്യൻ ക്യാപ്റ്റന് കൈ കൊടുക്കരുത് എന്ന് പൈക്രോഫ്റ്റ് ആവശ്യപ്പെട്ടതായാണ്. അതിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCക്ക് പരാതി നൽകിയിരുന്നു. മാച്ച് റഫറിയെ അടിയന്തരമായി ഏഷ്യ കപ്പിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡിന്റെ പരാതി. പക്ഷേ ICC അത് തള്ളുകയാണ് ചെയ്തത്. അതായത് പൈക്രോഫ്റ്റിന്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പിഴവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ICC വിലയിരുത്തലുണ്ടായത്. അതിനുശേഷം ഇന്ന് മറ്റൊരു കത്ത് കൂടിയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ICCക്ക് അയച്ചത്. അതായത് പാകിസ്ഥാന്റെ മത്സരങ്ങളിൽ നിന്നെങ്കിലും പൈക്രോഫ്റ്റിനെ മാറ്റി നിർത്തണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ അതുകൂടി ഇപ്പോൾ ICC അവഗണിച്ചിരിക്കുകയാണ്, തള്ളിയിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ കടുത്ത നടപടി. മത്സരം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങളുള്ളപ്പോഴാണ് പാക് ക്രിക്കറ്റ് താരങ്ങളൊക്കെ തന്നെ ബസ്സിലേക്ക് കയറുന്ന സമയത്താണ് അവർക്ക് ഒരു നിർദ്ദേശം വരികയും അതിന് പിന്നാലെ താരങ്ങളൊക്കെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഹോട്ടൽ റൂമിലേക്ക് പോയി. ഹോട്ടൽ റൂമിൽ തന്നെ തുടരാനായിരുന്നു ആവശ്യപ്പെടുന്നത്. അതിന് പിന്നാലെയാണ് പാക് ക്രിക്കറ്റ് ടീം ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചത്. UAE-ക്കെതിരായ മത്സരം തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. 7:30-ക്കാണ് ടോസ്, 8 മണിക്കാണ് മത്സരം തുടങ്ങുക. ഇന്നത്തെ മത്സരം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ്. കാരണം ആദ്യ മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റ പാകിസ്ഥാന് ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചാൽ മാത്രമാണ് സൂപ്പർ 4ലേക്ക് മുന്നേറാനാവുക. ഇന്ന് ജയിക്കാനായില്ലെങ്കിൽ പാകിസ്ഥാൻ പുറത്താവും. അതായത് പാകിസ്ഥാൻ ഏഷ്യ കപ്പിൽ നിന്ന് തന്നെ പിന്മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനപ്പുറം പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള മോഹസിൻ നഖ്വി തന്നെയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെയും അധ്യക്ഷൻ. അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടത്തുന്ന ഒരു പരിപാടിയിൽ അവരുടെ ചെയർമാന് പോലും ഒരു റോളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഇന്ത്യ എന്താണോ നിലപാടെടുത്ത ആ കാര്യത്തിനൊപ്പം തന്നെയാണ് ICC നിലപാടും വന്നിരിക്കുന്നത്. ICCയുടെ ചെയർമാൻ ജയ്ഷയാണ്. ഏതായാലും മറിച്ചൊരു തീരുമാനം അവിടെ നിന്ന് വരുമെന്നും ആരും കരുതിയിരുന്നില്ല. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ അവരുടെ ധീരമായ തീരുമാനം എന്നൊക്കെ തന്നെ പറയുമായിരിക്കും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വേദിയിൽ ഇന്ത്യക്കെതിരായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു മറുപടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളത്തിൽ നൽകിയത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയത്. അതിന് പിന്നാലെ പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, തങ്ങളുടെ വഴിക്ക് പോകും എന്ന തരത്തിൽ തന്നെയാണ് ICC-യും BCC-യും ഒക്കെ തന്നെ നിലപാടെടുത്തത്. പാകിസ്ഥാന് ഗത്യന്തരമില്ലാതെ മടങ്ങേണ്ടി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സുപ്രീം കോടതിയുടെ അനുമതി. സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളി. നിബന്ധനകളോടെയാണ് ഹൈക്കോടതി അനുമതി നൽകിയതെന്ന് സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തി. സുപ്രീം കോടതി നടപടി സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനായി ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. എല്ലാ പരാതികളും ഹൈക്കോടതിയിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പമ്പയിലെ നിർമ്മാണം തീർത്ഥാടകർക്ക് യാത്രാ തടസ്സമുണ്ടാക്കുന്നു എന്നതടക്കം ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാടുകൾ ഏറെ സ്വാഗതാർഹമാണ്. അത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെയും വിഷയം വരുമ്പോൾ അത് തടസ്സപ്പെടുത്തണമെന്നുള്ള സ്റ്റേ കൊടുക്കണമെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചതായി ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹൈക്കോടതിയുടെ ഉത്തരവിനെ സുപ്രീം കോടതി മാനിച്ചുവെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. ഹൈക്കോടതി ഇടപെടണമെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞ നിലപാടുകൾ, ഹൈക്കോടതി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇത് നടത്താനെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തിനാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ളതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിലും സംഘപരിവാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിലും പങ്കെടുക്കില്ലെന്ന് പന്തളം മുൻ രാജകുടുംബം അറിയിച്ചു. പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പോകില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.
ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കക്കുറവ് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചപ്പോൾ 4 കിലോഗ്രാം കുറഞ്ഞത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമലയിൽ നിർമ്മിച്ച് നൽകിയ താങ്ങുപീഠം കാണാനില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ മുമ്പ് സ്വർണം പൂശിയതിന്റെ മാസ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച കോടതി ചില പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് ഭാരം 42.800 കിലോ, 1.25 മാസത്തിന് ശേഷം ഭാരം 38.258 കിലോ ആയി. 4 കിലോയുടെ കുറവ് എങ്ങനെ സംഭവിച്ചുവെന്നായിരുന്നു ചോദ്യം. ഭാരം കുറയാൻ പെട്രോൾ അല്ല സ്വർണമല്ലേ എന്നും കോടതി ചോദിച്ചു. ദ്വാരപാലകപ്പാളിയുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വിവരമറിയിക്കണമെന്ന കാര്യം അറിയില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി 24-നോട് പറഞ്ഞു. ഒരാളിനെ പഴിചാരാനോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വിവാദമാണ്. കോടതിയുടെ ഒരു അനുമതി വാങ്ങിക്കണമെന്നുള്ള ഒരു കാര്യം എനിക്ക് ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അറിയില്ലായിരുന്നു. ശബരിമലയിൽ നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം കാണാനില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. 24 കൊച്ചി. ഗസയിൽ ഇസ്രായേലിന്റെ കരയാക്രമണവും വ്യോമാക്രമണവും തുടരുകയാണ്. ആക്രമണത്തിൽ ഇന്ന് മാത്രം 33 പേർ കൊല്ലപ്പെട്ടു. പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ താൽക്കാലിക പാത തുറന്നു. അതേസമയം ഗസയിലെ ആശുപത്രികളിലേക്ക് ഇന്ധനമെത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കം ഇസ്രായേൽ തടഞ്ഞു. ഗസയിൽ കര ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ. 150 രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. നെഗേവ് മരുഭൂമി പ്രദേശത്തെ അൽസിർ ഗ്രാമത്തിലെ 40 വീടുകൾ ഇസ്രായേൽ തകർത്തു. പലയിടത്തും സൈന്യവും പ്രദേശവാസികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. പ്രതിഷേധിച്ചവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം പുക ബോംബുകൾ എറിഞ്ഞു. അതിനിടെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ താൽക്കാലിക പാത തുറന്നു. സല അൽ ദിൻ തെരുവിലൂടെയുള്ള പാത 48 മണിക്കൂർ നേരത്തേക്കാണ് തുറന്നത്. അൽ റാഷിദ് തീരദേശ പാതയിലൂടെയുള്ള തിക്കിത്തിരക്കിയുള്ള യാത്ര കടുത്ത വിമർശനത്തിനിടയാക്കിയതിനെ തുടർന്നാണ് പുതിയ പാത തുറന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാനെത്തിയ ബ്രിട്ടീഷ് എംപിമാരെ ഇസ്രായേൽ തടഞ്ഞതും കടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. ഗസയിലെ ആശുപത്രികളിലെ ജനറേറ്ററുകൾക്ക് ആവശ്യമായ ഇന്ധനം എത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കം ഇസ്രായേൽ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകാൻ ഇതിടയാക്കുമെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനി ജോർദാൻ സന്ദർശനം നടത്തുകയാണ്. സന്ദർശനം സൈനിക സഹകരണം ഉറപ്പാക്കാനാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇടുക്കി അടിമാലിയിൽ റിസോർട്ട് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. അടിമാലി സ്വദേശി രാജീവൻ, ബൈസൺവാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. അനധികൃതമെന്ന് കണ്ടെത്തി റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. അടിമാലിക്ക് സമീപം ചിത്തിരപുരത്താണ് അപകടം. റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണെടുക്കവേ മറുവശത്തെ തിട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു. 1 മണിക്കൂറിലേറെ തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. അനധികൃത നിർമ്മാണമെന്ന് കണ്ടെത്തി മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. വില്ലേജ് ഓഫീസർ പൂട്ടി സീൽ വെച്ച കെട്ടിടത്തിൽ അനുമതി ലംഘിച്ച് നിർമ്മാണം പുരോഗമിക്കവെയാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിനെതിരെ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ നിരോധന ഉത്തരവ് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ പൂട്ടി അത് താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരവ് പാലിക്കാതെ തന്നെ വീണ്ടും പ്രവർത്തനം തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായതും. കെട്ടിടത്തിന്റെ ഉടമയായ എറണാകുളം കുമ്പളങ്ങി സ്വദേശി ഷെറിനെതിരെ നടപടി സ്വീകരിക്കും. കെട്ടിടത്തിലേക്കുള്ള ഇടുങ്ങിയ പാതയും കനത്ത മഴയും രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായി. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. 24 ഇടുക്കി. പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കി ജെയ്ഷെ മുഹമ്മദ് ഉന്നത കമാൻഡറുടെ വെളിപ്പെടുത്തൽ. ഡൽഹി, മുംബൈ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന് നേരിട്ട് പങ്കുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ. ബാലാക്കോട്ടിലായിരുന്നു അസറിന്റെ താവളമെന്നും ജെയ്ഷെ മുഹമ്മദ് ഉന്നത കമാൻഡറായ മസൂദ് ഇല്യാസ് കശ്മീരി വ്യക്തമാക്കുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ ദിവസമാണ് മസൂദ് അസറിന്റെ കുടുംബം ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു എന്ന ഒരു വെളിപ്പെടുത്തൽ ഇതേ കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി നടത്തിയത്. അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ മുംബൈ, ഡൽഹി ഭീകരാക്രമണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുഹമ്മദ് അസറിന്റെ താവളം അത് ബാലക്കോട്ടിലായിരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത്തരത്തിൽ തീവ്രവാദികൾക്ക് യാതൊരുവിധ പിന്തുണയും പാകിസ്ഥാൻ നൽകുന്നില്ല, പാകിസ്ഥാനിൽ എവിടെയും അത്തരം ആൾക്കാർ ജീവിക്കുന്നില്ല, താമസിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു വെളിപ്പെടുത്തലും അവകാശവാദങ്ങളൊക്കെ. അതെല്ലാം പൊളിയുകയാണോ?
പ്രജിൻ, ഇത്രകാലം ലോകത്തോട് പാകിസ്ഥാൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ത്യയിൽ ആക്രമണം നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇതിനുള്ള പാകിസ്ഥാൻ ബന്ധം സംബന്ധിച്ച് ഇന്ത്യ തെളിവുകൾ നിരത്തുമ്പോൾ അത് പാകിസ്ഥാൻ നിഷേധിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മസൂദ് അസറിന്റെ കാര്യത്തിൽ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ടാണ് മസൂദ് അസർ ഇന്ത്യയിൽ ഭീകരാക്രമണ പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കിയത് എന്ന ഇന്ത്യ തെളിവുകൾ ഉൾപ്പെടെ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അത് നിഷേധിച്ചിരുന്നു പാകിസ്ഥാൻ. എന്നാൽ മുംബൈ ഡൽഹി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ മസൂദ് അസറിന്റെ ആസൂത്രണമുണ്ട് എന്നും അത് ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കിയതിലും മസൂദ് അസറിന് പങ്കുണ്ട് എന്നും പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ടാണ് മസൂദ് അസർ ഇതെല്ലാം തന്നെ നടപ്പാക്കിയത് എന്നുമുള്ള വെളിപ്പെടുത്തലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡറായ മസൂദ് ഇല്യാസി കശ്മീരി നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ബലാക്കോട്ടിൽ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ താവളം പ്രവർത്തിച്ചത് എന്നും ഇന്ത്യയിൽ തിഹാർ ജയിലിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ശേഷം പാകിസ്ഥാനിലെത്തി ബലാക്കോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭീകരവാദ കേന്ദ്രം ഇയാൾ നിർമ്മിച്ചിരുന്നുവെന്നും അവിടെ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നുമാണ് ഈ കശ്മീരിയുടെ വെളിപ്പെടുത്തൽ. ഇന്ത്യ നേരത്തെ ബലാക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണം ഈ ഒരു താവളം ലക്ഷ്യമാക്കിയായിരുന്നു എന്ന് നേരത്തെ തന്നെ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അത് ആ ഘട്ടത്തിലും നിഷേധിക്കുകയും പൈൻമരങ്ങൾക്ക് മുകളിൽ മാത്രമാണ് ഇന്ത്യയുടെ ആക്രമണം നടന്നത് എന്ന തരത്തിലുള്ള പരിഹാസമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അതുൾപ്പെടെ ശരിവെക്കുകയാണ്. ആ ആക്രമണം കൃത്യമായ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു എന്നത് ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയാണ് കശ്മീരി. കഴിഞ്ഞ ഇന്ത്യ പാക് മത്സരം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഈ കശ്മീരി നടത്തിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ശിവഗിരി മുത്തങ്ങ പോലീസ് അതിക്രമങ്ങളിൽ പഴി തനിക്ക് മാത്രമെന്നും തനിക്കു വേണ്ടി മറുപടി പറയാൻ ആരുമില്ലെന്നും AK ആന്റണി. ശിവഗിരി വെടിവെപ്പിന്റെയും മുത്തങ്ങ മാറാട് സംഭവങ്ങളുടെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് AK ആന്റണി ആവശ്യപ്പെട്ടു. അന്നുണ്ടായ സംഭവങ്ങളിൽ ആന്റണി വിശദീകരണവും നടത്തി. പോലീസ് അതിക്രമങ്ങളിൽ ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ ഭരണപക്ഷം പ്രതിപാദിച്ചത് AK ആന്റണി സർക്കാരിന്റെ കാലത്തെ സംഭവങ്ങളാണ്. പ്രതിപക്ഷത്തിന് മതിയായ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാതെ വന്നതോടെയാണ് 85-കാരനായ AK ആന്റണിക്ക് നേരിട്ടിറങ്ങേണ്ടി വന്നത്. 21 വർഷം മുൻപ് കേരള രാഷ്ട്രീയം വിട്ടിട്ടും ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുവെന്ന് AK ആന്റണിയുടെ പരാതി. ശിവഗിരിയിൽ പോലീസ് നടപടി ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചുവെന്നും നടപ്പിലാക്കിയത് കോടതി ഉത്തരവെന്നും AK ആന്റണി. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. മുത്തങ്ങയിൽ വന്യമൃഗ സങ്കേതത്തിൽ കയറി കുടിൽ കെട്ടിയ ആദിവാസികളെ ഇറക്കിവിട്ടെങ്കിൽ അതിന് കാരണമുണ്ട്. താൻ ചെയ്തത് തെറ്റെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് പിന്നീട് അവിടെ ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നും AK ആന്റണിയുടെ ചോദ്യം. ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചല്ലോ. 21 വർഷമായല്ലോ. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെൻറ് മുത്തങ്ങയിൽ എൻ്റെ ഗവൺമെൻറ് ആദിവാസികളെ ഇറക്കിയത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശിവഗിരി മുത്തങ്ങ മാറാട് സംഭവങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് തന്റെ അവസാന വാർത്താ സമ്മേളനമല്ല, ഇപ്പോൾ ആക്റ്റീവല്ല, റിട്ടയർഡുമല്ലെന്നും AK ആന്റണി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുമെന്നും AK ആന്റണി പറഞ്ഞു. 24 തിരുവനന്തപുരം. ശബരിമല ക്ഷേത്ര ഭരണത്തിൽ ഗുരുതര വീഴ്ചകളെന്ന് ഹൈക്കോടതി. സ്വർണ്ണപ്പാളിയിലെ തൂക്ക വ്യത്യാസം ഭരണപരമായ വീഴ്ചയാണ്. 2019 സ്വർണ്ണപ്പാളി തിരികെത്തിച്ചപ്പോൾ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാമെന്നും സ്വർണ്ണപ്പാളിയുമായുള്ള യാത്രയിൽ ദുരൂഹതയുണ്ട് എന്നും കോടതി ചോദിക്കുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നിലവിൽ ഇതിനോടകം 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷമുള്ള തൂക്ക വ്യത്യാസം അത് കോടതി നേരത്തെ പരാമർശിച്ചാണ്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കോടതിയുടെ ചോദ്യങ്ങൾ, നിരീക്ഷണങ്ങൾ?
പ്രജിൻ 2019 ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരുന്ന ആ ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവരുന്ന ഘട്ടത്തിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ ആ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് മനഃപൂർവ്വമാകാമെന്ന സംശയം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനുള്ള ഒരു ശ്രമം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നാണ് കോടതി പറയുന്നത്. പ്രത്യേകിച്ച് 42 കിലോ ഉണ്ടായിരുന്ന സന്നിധാനത്ത് കൊണ്ടുപോകുമ്പോൾ 42 കിലോ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി അത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുമ്പോൾ 38 കിലോ ആകുന്നു. അത് 4 കിലോയുടെ വ്യത്യാസം വരുന്നു. തിരികെ എത്തുമ്പോൾ തൂക്കി നോക്കുന്നില്ല. അതിൽ ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിക്കുന്നു. ഒപ്പം 2019 സ്വർണ്ണപ്പാളിയുമായുള്ള യാത്രയിൽ ദുരൂഹത ആരോപിക്കുന്നു. അതിൽ സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ പോയില്ല എന്ന നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. ഭരണപരമായ വീഴ്ച ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറിയ തൂക്കം കുറഞ്ഞ പാളി അത് മനഃപൂർവ്വം രേഖപ്പെടുത്താത്തതാണെന്ന സംശയം പങ്കുവെക്കുന്നുണ്ട്. ഈ 20/7/2019 ഈ സ്വർണ്ണപ്പാളികളും പീഠവും സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അത് സ്മാർട്ട് ക്രിയേഷൻസ് എത്തിയത് 29-ാം തീയതിയാണ്. 9 ദിവസത്തെ ഡിലേ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്കാണ് ഈ ശബരിമലയിൽ നിന്ന് ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തത്. പക്ഷേ 20-ാം തീയതി കൊടുത്ത വസ്തു അത് 9 ദിവസത്തിന് ശേഷം എത്തുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരണം എന്നാണ് നിലവിൽ പറയുന്നത്. അങ്ങനെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഒക്കെ ഉന്നയിക്കുന്നു. ഇത് ഈ മഹസർ രേഖപ്പെടുത്താത്തതിലാണ് കോടതി കടുത്ത അതൃപ്തി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. എന്തുകൊണ്ട് മഹസർ രേഖപ്പെടുത്തിയിട്ടില്ല? അത് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ആശങ്കയിലാണോ എന്ന ചോദ്യം കോടതി ഈ ഉത്തരവിലൂടെ ചോദിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളി 2019 കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറോട് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ആഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയും ചെയ്യും. പ്രജിത്ത്, ശരി. ഭരണപരമായ വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന ഗുരുതരമായ പരാമർശവും ഒപ്പം നിരീക്ഷണവുമാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏഷ്യ കപ്പ് അപ്ഡേറ്റ് വരുന്നു. പാകിസ്ഥാൻ ടീം വീണ്ടും മനംമാറ്റം നടത്തിയിരിക്കുന്നു, മനസ്സ് മാറ്റിയിരിക്കുന്നു. വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഏഷ്യ കപ്പിലെ പാകിസ്ഥാന്റെ പിന്മാറ്റത്തിൽ ആണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ടീം ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ വരുന്നു. മത്സരം 1 മണിക്കൂർ വൈകുമെന്ന പുതിയ അറിയിപ്പും ഏഷ്യ കപ്പ് അധികൃതർ നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ UAE-യുമായുള്ള മത്സരം നടക്കും. അതിനായി പാകിസ്ഥാൻ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു. എന്താണ് ആ മനംമാറ്റത്തിന് പിന്നിൽ, എന്താണ് ആ ട്വിസ്റ്റിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ലഭ്യമാവും. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാൻ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. 75-ാം ജന്മദിനത്തിൽ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷമാക്കിയ BJP രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനം യൂത്ത് കോൺഗ്രസ് തൊഴിലില്ലായ്മ ദിനമായി ആചരിച്ചു. ജന്മദിനത്തിൽ മധ്യപ്രദേശിലായിരുന്നു പ്രധാനമന്ത്രി. ദറിൽ നടന്ന പരിപാടിയിൽ സ്വസ്ഥ നാരി, സശക്ത് പരിവാർ, PM മിത്ര പാർക്ക് തുടങ്ങിയ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഓപ്പറേഷൻ സിന്ദൂറും പ്രധാനമന്ത്രി പരാമർശിച്ചു. आज देश मां भारती की सुरक्षा को सर्वोच्च प्राथमिकता देता है. पाकिस्तान से आए आतंकियों ने हमारी बहनों बेटियों का सिंदूर उजाड़ा था. हमने ऑपरेशन सिंदूर करके आतंकी ठिकानों को उजाड़ दिया है. വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്ത കലാരൂപങ്ങൾക്കൊപ്പമായിരുന്നു ഡൽഹിയിലെ ആഘോഷം. കർത്തവ്യപഥിൽ നടന്ന രക്തദാന ക്യാമ്പിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രിമാരും രക്തം ദാനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ഡൽഹിയിലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിക്ക് ഡൽഹി പഞ്ചാബ് ട്രസ്റ്റിന്റെയും മലയാളിയുടെയും പേരിൽ ജന്മദിന ആശംസകൾ നേരുന്നു. मोदी जी के जन्मदिन के उपलक्ष्य में ये खुशियों का यानी कि त्योहार है. इंडिया गेट पर आज हम आए हुए हैं. जय मोदी जी, मेरा रंग दे बसंती चोला, मोदी जिंदाबाद. വിവിധ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനം യൂത്ത് കോൺഗ്രസ് തൊഴിലില്ലായ്മ ദിനമായി ആചരിച്ചു. കറുത്ത ബലൂണുകളും വസ്ത്രങ്ങളും ധരിച്ചായിരുന്നു ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. വൈവിധ്യമാർന്ന സാമൂഹിക സേവന പദ്ധതികളിലൂടെയാണ് BJPയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രധാനമന്ത്രിയുടെ 75-ാം പിറന്നാൾ ആഘോഷമാക്കിയത്.
ഡൽഹിയിലെ കർത്തവ്യപഥിൽ നിന്നും ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത VG 24. വോട്ടിംഗ് മെഷീനുകളിൽ ഇനി മുതൽ സ്ഥാനാർത്ഥികൾക്ക് കളർ ഫോട്ടോ. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നടപടി. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, വിശദാംശങ്ങൾ. പ്രജൻ, പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി മുതൽ വോട്ടിംഗ് മെഷീനുകളിൽ ഈ സ്ഥാനാർത്ഥികൾക്ക് കളർ ഫോട്ടോകളായിരിക്കും ഉണ്ടാവുക. മുഖം പെട്ടെന്ന് വ്യക്തമാകുന്ന തരത്തിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ബാലറ്റ് പേപ്പറിന്റെ ഫോണ്ട് വലുതാക്കാനും എല്ലാ സ്ഥാനാർത്ഥികളുടെ പേരും ഒറ്റ ഫോണ്ടിലായിരിക്കും ക്രമീകരിക്കുക എന്നും ആ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ സീരിയൽ നമ്പറുകളുടെ വലിപ്പം വർദ്ധിപ്പിക്കും. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിങ്ക് നിറത്തിലുള്ള പേപ്പറുകളാകും ഉപയോഗിക്കുക. നവീകരിച്ച ബാലറ്റ് പേപ്പറുകൾ ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ ഉപയോഗിച്ചു തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനും ഒപ്പം തന്നെ വോട്ടർമാരുടെ സൗകര്യം പരിഗണിച്ചുമാണ് ഇത്തരത്തിലേക്കൊരു നടപടി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ശരി, വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.